ഐസ്ക്രീം പാർലർ അട്ടിമറി കേസിൽ അന്വേഷണം അവസാനിപ്പിക്കുന്നതിനെതിരെ വി.എസ്. അച്യുതാനന്ദൻ നൽകിയ ഹർജി പരിഗണിക്കുന്ന ദിവസമാണ് കോഴിക്കോട് ജില്ലാ കോടതിയിൽ പോലീസ് മാധ്യമങ്ങളെ വിലക്കിയത്. വി.എസിന്റെ ഹർജി 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്നതിന് ഇടയിലായിരുന്നു കേസിൽ കക്ഷിയല്ലാത്ത അഭിഭാഷകന്റെ നാടകീയ ഇടപെടൽ. കോടതിയിൽ ചില രേഖകൾ സമർപ്പിക്കാൻ ശ്രമിച്ച അഭിഭാഷകനെ വി.എസിന്റെ അഭിഭാഷകൻ തടഞ്ഞു. വി.എസിന്റെ വാദം കേൾക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് ഹാജരാക്കിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു സംഭവം. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. ഇതുവരെ നിങ്ങൾ ഈ കേസിൽ ഹാജരായിട്ടില്ലോ, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അച്യുതാനന്ദൻ ഹൈക്കോടതി കൊടുത്ത റിട്ടാർട്ടിയിലെ 5-ാം എതിർകക്ഷിയുടെ അഭിഭാഷകനാണെന്ന് പറഞ്ഞു. പുതുതായിട്ട് നിങ്ങൾ അങ്ങനെ വരണം തന്നെ, നിങ്ങൾ കക്ഷികളെ ഹർജി കൊടുക്കുകയും വക്കാലത്ത് ഫലാക്കുകയും വേണം, അല്ലാതെ നിങ്ങൾ ഇതിൽ ഇടപെടാൻ പാടില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെയും തുടരുകയാണെങ്കിൽ ഐ ടെൽ ദ യുവർ അൺഇൻവൈറ്റഡ് ഗസ്റ്റ് യു മസ്റ്റ് സ്റ്റോപ്പ് ദിസ് എന്ന് പറഞ്ഞു. സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സന്തോഷ് മാത്യു പറഞ്ഞിട്ടുള്ളതായ ഹൈക്കോടതിയിലെ അഭിഭാഷകനാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. കോടതിയിൽ സന്തോഷ് മാത്യു അസാധാരണമായി ഇടപെട്ടതിന് പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. പക്ഷെ എന്തോ ഒരു നീക്കമുണ്ട്, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും കാലം ഇതിൽ ആരും ഇടപെട്ടിട്ടില്ല ഈ നടപടികളിൽ. വി.എസിനെതിരായി സർക്കാർ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ നിലപാട് എടുത്തത് ശരിയായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കേസ് പരിഗണിക്കുന്ന ദിവസം മാധ്യമങ്ങളെ കോടതിയിൽ നിന്നും അകറ്റി നിർത്തിയതിനെ ചൊല്ലിയുള്ള വിവാദം ചൂടുപിടിക്കുമ്പോഴാണ് ഗൗരവമുള്ള വെളിപ്പെടുത്തലുകളുമായി വി.എസിന്റെ അഭിഭാഷകൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. പി.എൽ. കിരൺ, മീഡിയ 1, കോഴിക്കോട്.